ഹലോ മൈ ഡിയർ മക്കളെ, മൈ ഡിയർ എക്സാമിനർ ഫാമിലി. സോഷ്യൽ അനാലിസിസ് ത്രൂ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, ഈ ഒരു ചാപ്റ്ററിൽ നിന്നും ധാരാളം ചോദ്യങ്ങൾ പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. മുൻ വർഷങ്ങളിലെല്ലാം ഈ ചാപ്റ്റർ റിലേറ്റ് ചെയ്ത് ഒത്തിരി ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ചാപ്റ്റർ നന്നായി മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് ആ ചാപ്റ്ററിന് വരുന്ന ചോദ്യങ്ങൾക്കെല്ലാം നന്നായിട്ട് ഉത്തരം എഴുതാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിലെ ഹോട്ട് ടോപ്പിക്കുകളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ മുഴുവൻ ഇരുന്ന് കാണുക. അങ്ങനെയാണെങ്കിൽ എൻ്റെ മക്കൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. റെഡി? ആദ്യത്തെ ഒരു കാര്യം എന്ന് പറയുന്നത്, ഇതിൽ കോമൺ സെൻസ് നോളേജ് എന്നതിനെ പറ്റി പറയുന്നുണ്ട്. കോമൺ സെൻസ് നോളേജ്, മലയാളത്തിൽ അതിനെ സാമാന്യ ബോധജ്ഞാനം എന്ന് പറയുന്നുണ്ട്. ഈ ഒരു അറിവ് വെച്ചുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും മനസ്സിലാക്കുന്നത്, അല്ലേ? അത് നമ്മൾ നമ്മുടെ എക്സ്പീരിയൻസുകളിലൂടെ കോമൺ സെൻസ് ഉണ്ടാക്കിയെടുക്കുക, അല്ലേ? നമ്മൾ കോമൺ സെൻസ് ഒന്നും സ്കൂളിൽ പോയി പഠിക്കുന്ന കാര്യങ്ങളല്ല, നമ്മുടെ അനുഭവങ്ങളിലൂടെ അല്ലെങ്കിൽ നമ്മുടെ സാമൂഹികമായ ഇടപെടലുകളിലൂടെ, അതല്ലെങ്കിൽ നമ്മൾക്ക് സാംസ്കാരികമായി കിട്ടുന്ന അറിവുകളിലൂടെ ഒക്കെയാണ് കോമൺ സെൻസ് നോളേജ് നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അപ്പോൾ തീ തൊട്ടാൽ കൈ പൊള്ളുമെന്ന് നമുക്ക് അറിയുന്നത് എന്തുകൊണ്ടാണ്? നമ്മളുടെ ഒരു അനുഭവം കൊണ്ടാണ്, അല്ലേ? നമ്മൾ മുൻപ് എപ്പോഴോ തൊട്ട് പോയിട്ടുണ്ടാവും, അപ്പം നമുക്കറിയാം പൊള്ളിയിട്ടുണ്ട്, അല്ലെങ്കിൽ വേറൊരാൾക്ക് പൊള്ളുന്നത് കണ്ടിട്ടാണ് നമ്മളിത് മനസ്സിലാക്കിയത്. അപ്പോൾ ഇതൊക്കെ കോമൺ സെൻസ് നോളജ് എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, ഇനി ഇതിൽ സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. ഒരു സാമൂഹിക വിശകലനം നടത്തും. നമ്മുടെ സമൂഹത്തിൻ്റെ ഒരു ഘടന, അല്ലെങ്കിൽ സമൂഹത്തിലുള്ള സ്ഥാപനങ്ങൾ, ഇതിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഇത് ഒരു വ്യക്തിയെയും ഒരു സമൂഹത്തെയും എങ്ങനെയാണ് ബാധിക്കുന്നത് എന്നുള്ളത് വ്യക്തമായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യൽ അനാലിസിസ് എന്ന് പറയുന്ന ഒരു പ്രക്രിയ നടത്തണം. ഓക്കെ, നമ്മുടെ സമൂഹത്തിൽ, നമ്മളൊക്കെ അടങ്ങുന്ന ഈ സമൂഹത്തിൽ പലതരം പ്രശ്നങ്ങളും പലതരം ഇൻസ്റ്റിറ്റ്യൂഷൻസും പലതരം റിലേഷൻഷിപ്പുകളും ഒക്കെ ഇല്ലേ? ഇതൊക്കെ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഇതൊക്കെ എങ്ങനെയാണ് നടന്നു പോകുന്നത് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് വേണം? സോഷ്യൽ അനാലിസിസ് വേണം. പക്ഷേ കോമൺ സെൻസ് നോളേജ് കൊണ്ട് മാത്രം ഈ സോഷ്യൽ അനാലിസിസ് പൂർത്തിയാവില്ല. കാര്യം കോമൺ സെൻസ് നോളേജിന് ധാരാളം ലിമിറ്റേഷൻസ് ഉണ്ട്, ചില പരിമിതികളുണ്ട്. അത് നിർബന്ധമായിട്ടും മക്കൾ പഠിച്ചിരിക്കുക. വിത്ത് എക്സാമ്പിളുകൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും കിട്ടും. കാര്യം കോമൺ സെൻസ് നോളേജിനെ കുറിച്ചും അതിൻ്റെ ലിമിറ്റേഷൻസിനെ കുറിച്ചും ചോദ്യങ്ങൾ ആവർത്തിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഏതൊക്കെയാണ് കോമൺ സെൻസ് നോളേജിൻ്റെ എക്സാമ്പിളുകളായിട്ട്, അതായത് പരിമിതികളായിട്ട് നോക്കാൻ പറ്റുന്നത്? ഒന്ന്, നമുക്ക് കോമൺ സെൻസ് നോളേജ് പലപ്പോഴും പാർഷ്യലാണ്, അതായത് ഭാഗികമാണ്. അതായത് നമുക്ക് നമ്മുടെ അനുഭവങ്ങളിലൂടെ കിട്ടുന്ന കാര്യങ്ങൾ മാത്രമേ അറിയാൻ സാധിക്കുന്നുള്ളൂ, അല്ലാതെ ശരിക്കും അതിൻ്റെ പിന്നിൽ എന്താണ് എന്നുള്ളതിനെ പറ്റി നമ്മൾ ചിന്തിക്കാറില്ല. ഇപ്പോൾ ആഗോളതാപനം, അല്ലെങ്കിൽ ആരോഗ്യ പ്രശ്നങ്ങൾ, മഞ്ഞുമലകൾ ഉരുകുന്നു, ഇങ്ങനെയുള്ള ധാരാളം പ്രകൃതിക്ഷോഭങ്ങളും പ്രശ്നങ്ങളും നമ്മൾ നേരിടുന്നുണ്ട്. അത് ഒരു വലിയ പ്രശ്നമാണ്. പക്ഷേ നമ്മൾ മനുഷ്യർ കാരണമല്ലേ ഒരു ഘട്ടത്തിൽ അത് സംഭവിക്കുന്നത്. അപ്പം നമ്മൾ വിചാരിക്കും ഇത് കേവലം വലിയൊരു അന്താരാഷ്ട്ര പ്രശ്നമാണ്, നമ്മളെക്കൊണ്ട് ഇടപെട്ടാൽ തീരൂല എന്ന് നമ്മൾ ചിന്തിക്കും. കാര്യം നമ്മുടെ കോമൺ സെൻസ് അങ്ങനെ ചിന്തിപ്പിക്കാറുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് കോമൺ സെൻസ് പലപ്പോഴും അതിൽ നിന്ന് കിട്ടുന്ന അറിവുകൾ ഭാഗികമാണ്, പൂർണ്ണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നില്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് സ്പെക്കുലേഷനും പ്രാക്ടീസുകളും അടിസ്ഥാനമാക്കിയാണ്. ഊഹാപോഹങ്ങളും അതുപോലെ തന്നെ ശീലങ്ങളെയും ആശ്രയിച്ചാണ് നമ്മൾ കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്യുക. ഇപ്പം അധിക സമയം പഠനത്തിൽ ഏർപ്പെട്ടാൽ മാത്രമേ ഉയർന്ന സ്കോർ നേടാൻ പറ്റുള്ളൂ എന്നൊരു ചിന്ത എല്ലാവരുടെ ഇടയിലുണ്ട്, ധാരാളം നേരം പഠിച്ചാൽ. പക്ഷേ ഒരാളുടെ ബ്രെയിൻ കപ്പാസിറ്റി ഓരോ വ്യക്തികൾക്കും മാറി മാറിയായിരിക്കും അല്ലേ വരിക. അപ്പം ഇന്ന ഒരു ഓർഡർ എന്ന് ഇല്ല, പകരം ഓരോരുടെയും പഠന ശൈലി വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ കോമൺ സെൻസിൻ്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലതും ഇങ്ങനെ ഊഹാപോഹങ്ങൾ, നന്നായിട്ട് പഠിക്കണമെങ്കിൽ കുറേ നേരം ഇരുന്ന് പഠിക്കണം എന്നുള്ള ഊഹാപോഹങ്ങളിൽ നിന്നൊക്കെയാണ് കോമൺ സെൻസ് ഡെവലപ്പ് ചെയ്യുന്നത്. അതൊരു പ്രശ്നമാണ്. പിന്നെയോ ടീനേജേഴ്സ് ആർ ഓൾവേസ് റിബല്യസ് ആൻഡ് ഇറസ്പോൺസിബിൾ, അല്ലേ? അപ്പോൾ എന്താണ് ഈ യുവതലമുറ, കൗമാരക്കാർ പലപ്പോഴും പ്രശ്നക്കാരാണ് എന്ന് പറയും. കൗമാരക്കാർ മുഴുവൻ പ്രശ്നക്കാരാണ് എന്ന് പറയുന്നത് കേവലം കോമൺ സെൻസ് നോളേജാണ്. അങ്ങനെയൊന്നും ഇല്ലല്ലേ? ധാരാളം ടീനേജേഴ്സ് വളരെ ഡിസിപ്ലിൻഡ് ആയിട്ട് ജീവിക്കുന്നു, സമൂഹത്തിന് വേണ്ടി ധാരാളം നല്ല കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പം പലപ്പോഴും ഈ കോമൺ സെൻസ് നോളേജിൽ വരുന്ന കാര്യങ്ങൾ ഈ സ്റ്റീരിയോ ടൈപ്പുകളെ, വാർപ്പ് മാതൃകകളെ അടിസ്ഥാനപ്പെടുത്തിയിട്ടായിരിക്കും വരിക. ഇപ്പം പുരുഷന്മാർ പുറത്തു പോയിട്ട് ജോലി ചെയ്യണം, സ്ത്രീകൾ വീട്ടിലെ ജോലി ചെയ്യണമെന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഒരു സ്റ്റീരിയോ ടിപ്പിക്കലായി ചിന്തിച്ച് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഒരു കോമൺ സെൻസ് മാത്രം, അതിന് യാതൊരു അടിസ്ഥാനവുമില്ല. പിന്നെ ഈറ്റിംഗ് ടിൽ യു ആർ ഫുൾ ഇസ് ഗുഡ് ഫോർ ഹെൽത്ത്, നല്ല വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുന്നതാണ് നല്ലത്, ഉത്തമം എന്ന് ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക അത് കോമൺ സെൻസ് നോളേജിൻ്റെ ഒരു പരിമിതിയാണ്. കാര്യം ഒരു സയൻറ്റിഫിക് ഒബ്സർവേഷനോ അല്ലെങ്കിൽ ശാസ്ത്രീയമായ പഠനമോ ഒന്നും കോമൺ സെൻസ് നോളേജിൽ നടക്കുന്നില്ല. വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചാലേ ആരോഗ്യം ഉണ്ടാവുള്ളൂന്നോ? ഇല്ല, അത് ആരോഗ്യം മോശം വരുത്തല്ലേ ചെയ്യുക. അപ്പോൾ എന്താണ് ഈ കോമൺ സെൻസ് നോളേജ് പലപ്പോഴും അതിനകത്ത് ശാസ്ത്രീയമായ നിരീക്ഷണങ്ങളോ അല്ലെങ്കിൽ പഠനങ്ങളോ ഒന്നും നടക്കുന്നില്ല. ഓക്കെ, പിന്നെ ഉള്ളൊരു പ്രശ്നമെന്ന് പറയുന്നത് ഈ ഒരു
കോമൺ സെൻസിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് സാമൂഹികമായിട്ടുള്ള വലിയ പ്രശ്നങ്ങളെ ഒന്നും തന്നെ കൃത്യമായിട്ട് പഠിക്കുന്നില്ല. ഇപ്പോൾ ആളുകൾക്ക് വീടില്ല എന്ന് പറയുമ്പം താൽക്കാലികമായൊരു വീട് വെച്ച് കൊടുത്താൽ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഇല്ല. ഷെൽട്ടർ അല്ലേ, ഒരു ടെൻറ്റ് കെട്ടിക്കൊടുത്ത ആളുകളുടെ പ്രശ്നം മാറൂല. ആളുകൾക്കെല്ലാം നല്ല സൗകര്യത്തോടുകൂടിയുള്ള ജീവിതം വേണമെങ്കിൽ നമ്മൾ ആ രീതിയിലുള്ള വീടുകൾ സൃഷ്ടിക്കണം. അപ്പം ഈ കോമൺ സെൻസ് നോളേജ് പലപ്പോഴും പ്രശ്നങ്ങളെ കൃത്യമായി മനസ്സിലാക്കുന്നില്ല, അതിനെ സോഷ്യോളജിക്കലായിട്ടുള്ള രീതിയിൽ ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പം ഈ ഒരു പാർട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു കാര്യമാണ് ഈ പറയുന്ന കോമൺ സെൻസ് നോളേജിൻ്റെ പരിമിതികൾ എന്നുള്ള സാധനം. ഓക്കെ, ഇതെന്തായാലും നിങ്ങൾ നിർബന്ധമായിട്ട് പഠിക്കണം. ഈ ഒരു ചാപ്റ്റർ കുറച്ച് കൺഫ്യൂസിംഗ് ആണ്, പക്ഷേ വളരെ സിമ്പിളായിട്ടില്ല, ധാരാളം കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ നേരത്തെ പറഞ്ഞ സോഷ്യൽ അനാലിസിസ് എന്താണെന്ന് നോക്കാം. അതിനകത്തുള്ള ചില കാര്യങ്ങളുണ്ട്. നോക്കൂ, എന്താണ് സാമൂഹിക വിശകലനം, അതിൻ്റെ അഡ്വാൻറ്റേജുകൾ. ഇപ്പം സോഷ്യൽ ഫാക്ടേഴ്സ് എന്ന് പറയുന്ന കുറേ കാര്യങ്ങളുണ്ട്. അതെങ്ങനെയാണ്? സോഷ്യൽ ഫാക്ടേഴ്സ് ഇൻക്ലൂഡ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് സൊസൈറ്റി ദാറ്റ് ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ചോയ്സസ് ഓഫ് ഇൻഡിവിജ്വൽസ്. നമ്മളുടെ എല്ലാം തിരഞ്ഞെടുപ്പുകളും നമ്മുടെ എല്ലാം ജീവിത രീതിയും എല്ലാം ഈ സോഷ്യൽ ഫാക്ടേഴ്സ് അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം അതിനെക്കുറിച്ച് മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്ക് സോഷ്യോളജി എന്ന് പറയുന്ന ഒരു ശാസ്ത്ര ശാഖയെക്കുറിച്ച് പഠിക്കേണ്ടതുണ്ട്. എന്തൊക്കെയാണ് ഇതിൽ പറയുന്നത്? നോക്കൂ, മുൻ വർഷങ്ങളിലൊക്കെ ചോദിച്ച ചോദ്യങ്ങളാണ് ഞാൻ ഇവിടെ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോഷ്യോളജിയിൽ പറയുന്നത് സോഷ്യൽ റിലേഷൻഷിപ്പുകളെക്കുറിച്ചും സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ചും സോഷ്യൽ സ്ട്രക്ചറുകളെ കുറിച്ചും ഒക്കെയാണ്. അപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ പറയുകയാണെങ്കിൽ സാമൂഹിക ബന്ധങ്ങൾ, ഇപ്പം നമുക്ക് ഫാമിലി ആയിട്ടുള്ള ബന്ധം, കൂട്ടുകാരായിട്ടുള്ള ബന്ധം, ഇതിനെക്കുറിച്ച് കൃത്യമായിട്ട് അനലൈസ് ചെയ്യണമെങ്കിൽ നമുക്ക് സോഷ്യോളജി പഠിച്ചു കഴിഞ്ഞാൽ നന്നായിട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് സാമൂഹികമായിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. ഇപ്പോൾ ഉദാഹരണത്തിന് കുടുംബം, കല്യാണം, മതം, ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചർ ഉണ്ടല്ലോ, നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു ചട്ടക്കൂട്, അതിനെക്കുറിച്ച് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ കുറിച്ച് വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ നമ്മുടെ സമൂഹത്തിന് ചില ചട്ടക്കൂടുകളുണ്ടല്ലോ, അതായത് നമ്മളൊരു ക്യൂ നിൽക്കുകയാണെങ്കിൽ അല്ലേ, വരുന്ന ആളുകൾ ക്യൂ നിൽക്കുകയാണെങ്കിൽ ഒരാളുടെ പിറകിലായിട്ട് നിന്ന് പോകണം എന്ന് പറയുന്ന ഒരു രീതിയുണ്ട്. അപ്പോൾ അതാണ് സോഷ്യൽ സ്ട്രക്ചർ എന്ന് പറയുന്നത് കൊണ്ട് മനസ്സിലാക്കുന്നത്. ഇനി നേരത്തെ നമ്മൾ പറഞ്ഞു കോമൺ സെൻസ് നോളേജ് കൊണ്ട് എല്ലാ സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളും മറികടക്കാൻ പറ്റില്ല എന്ന്. ഓക്കെ, അപ്പോൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന ഒരു ടൂളുണ്ട്, ഒരു സ്കില്ലുണ്ട്, ഒരു രീതിയുണ്ട്, ഒരു അനാലിസിസ് രീതി. അത് വെച്ച് നമുക്ക് ബ്രോഡർ സോഷ്യൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. നമ്മൾ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ ഉപയോഗിച്ച് നമ്മൾ സമൂഹത്തെ വിശകലനം ചെയ്യേണ്ട രീതികളാണ് പറയുന്നത്. കോമൺ സെൻസ് നോളേജ് എപ്പോഴും വ്യക്തികേന്ദ്രീകൃതമായിരിക്കും, അല്ലെ, ഒരു ഇൻഡിവിജ്വലിന് കിട്ടുന്ന അറിവായിരിക്കും. പക്ഷേ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന സമൂഹശാസ്ത്ര സങ്കല്പം എന്ന് പറയുന്ന ആ ഒരു ടൂൾ ഉണ്ടല്ലോ, അതിന് ഈ പറയുന്ന സാമൂഹികമായിട്ടുള്ള പ്രശ്നങ്ങളെ വ്യക്തി പ്രശ്നങ്ങളിൽ നിന്നും അപ്പുറം ഇതൊരു സമൂഹത്തിൻ്റെ പ്രശ്നമാണ് എന്നുള്ള രീതിയിൽ മനസ്സിലാക്കാൻ സാധിക്കും. ഓക്കെ, നോക്കൂ, സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ, സാമൂഹ്യശാസ്ത്ര സങ്കല്പം helps us to identify how other social factors, എങ്ങനെയാണ് മറ്റു സോഷ്യൽ ഫാക്ടറുകൾ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ വിവാഹം, അതുപോലെ തന്നെ ബന്ധങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇൻഡിവിജ്വൽ പ്രോബ്ലംസിനെ, അത് വ്യക്തികളുടെ പ്രശ്നത്തിനും ആൻഡ് ദസ് ബ്രോഡ് ആൻഡ് ദ ഇൻഡിവിജ്വൽസ് പെർസ്പെക്റ്റീവ്, വ്യക്തികളുടെ പ്രശ്നത്തിൽ നിന്ന് മാറി ഇതൊരു എല്ലാം ഇങ്ങനെയാണ് ഒരു സമൂഹത്തിൻ്റെ പ്രശ്നമായി മാറുന്നത് എന്നതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. ഇതാണ് സമൂഹശാസ്ത്ര സങ്കല്പത്തിൻ്റെ ചില ഫീച്ചറുകൾ. ഇത് നിർബന്ധമായിട്ട് മക്കൾ നോക്കി വയ്ക്കാം. ഇത് മുൻ വർഷങ്ങളിൽ പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളൊരു കാര്യം കൂടിയാണ്. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോമൺ സെൻസ് നോളേജും അതുപോലെ തന്നെ സോഷ്യോളജിക്കൽ ഇമാജിനേഷൻ അപ്രോച്ചും ഉണ്ട്. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട്. സാർ വളരെ സ്പീഡിൽ അത് പറഞ്ഞുതരാം. കോമൺ സെൻസ് നോളേജ് ലിമിറ്റഡ് ടു പേഴ്സണൽ വ്യൂസ് ആൻഡ് എക്സ്പീരിയൻസ്, വ്യക്തികളുടെ അനുഭവങ്ങളും നിരീക്ഷണങ്ങളും അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും കോമൺ സെൻസ് നോളേജുകൾ ഉണ്ടാവുക. എന്നാൽ സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ എങ്ങനെയായിരിക്കും? അതിൽ ബ്രോഡർ പെർസ്പെക്റ്റീവാണ്. ഇൻഡിവിജ്വൽ എക്സ്പീരിയൻസിന് പുറമെ ഈ പ്രശ്നങ്ങളൊക്കെ സമൂഹത്തെ എങ്ങനെ ബാധിക്കുന്നു എന്ന് പറയുന്നത് കുറിച്ച് ശാസ്ത്രീയമായി പഠിക്കുന്നുണ്ട്. രണ്ടാമത്തത് ഓഫൺ പ്രൊവൈഡ്സ് ഓൺലി എ സൂപ്പർഫിഷ്യൽ എക്സ്പ്ലനേഷൻ ബേസ്ഡ് ഓൺ സ്റ്റീരിയോ ടൈപ്സ്, വാർപ്പ് മാതൃകകളെ അടിസ്ഥാനമാക്കിയുള്ള അറിവ് മാത്രമേ കോമൺ സെൻസ് നോളേജിനുള്ളൂ. എന്നാൽ സോഷ്യോളജിക്കൽ അപ്രോച്ചിൽ എന്തൊക്കെയാണെന്ന് അറിയാം? അനലൈസ് ഡീപ്ലി ദ ഇമ്പാക്ട് ഓഫ് സോഷ്യൽ ഫാക്ടേഴ്സ് ഓൺ ഇൻഡിവിജ്വൽസ്, വ്യക്തികളിൽ ഈ സമൂഹം ചെലുത്തുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാറുണ്ട്. സോഷ്യൽ റിയാലിറ്റീസ് ആൻഡ് പ്രോബ്ലംസ് ആർ നോട്ട് അപ്രോച്ച് ത്രൂ ക്രിട്ടിക്കൽ തിങ്കിങ്, ഒരു വിമർശനാത്മകമായ രീതിയിൽ
അല്ലേ? കൃത്യമായ അനാലിസിസ് ഒന്നും കോമൺ സെൻസ് നോളജിൽ നടക്കുന്നില്ല. എന്നാൽ ഇതിനകത്ത് ക്രിട്ടിക്കൽ തിങ്കിങ്, അതായത് വിമർശനാത്മകമായ രീതിയിൽ ചിന്തയും പിന്നെ അതും ഒരു മനുഷ്യൻ്റെ അനുഭവങ്ങളും എല്ലാം എങ്ങനെയാണ് പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നത് എന്ന് വളരെ ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങളാണ് കോമൺ സെൻസ് നോളജും സോഷ്യോളജിക്കൽ ഇമാജിനേഷനും സോഷ്യൽ ഫാക്ടറുകളുമാണ് ഈ ചാപ്റ്ററിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ പഠിക്കേണ്ടത്. അതെന്നുള്ള ചോദ്യങ്ങൾ മുൻ വർഷങ്ങളിൽ ധാരാളം ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഗ്രാഫുകളും തരും കേട്ടോ. ഗ്രാഫ് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നിങ്ങളോട് ചില ആക്ടിവിറ്റി ചോദിക്കും. അത് നിങ്ങൾ ഗ്രാഫ് നോക്കിയാൽ തന്നെ മനസ്സിലാവും. സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളെ ഗ്രാഫ് റിലേറ്റഡ് ക്വസ്റ്റ്യൻസിൽ വരുള്ളൂ. അപ്പോൾ ഈ ചാപ്റ്ററൊക്കെ നന്നായിട്ടൊന്ന് വായിച്ച് നോക്കുകയാണെങ്കിൽ, ഈ ഹോട്ട് ടോപ്പിക്സ് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുഴുവൻ മാർക്കും ഈ പരീക്ഷയ്ക്ക് കിട്ടും. അപ്പോൾ എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.